നമ്മൾ എർത്തിൽ നമ്മളിപ്പം ആദ്യം ഒരു എനർജി ഫ്ലോ പോകുന്ന രീതിയിലാണ് ഇപ്പം മെറിഡിയൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ലങ് എടുത്തു. ലങ് എന്ന എനർജി ലാർജ് ഇൻഡസ്ട്രിയെ ട്രാൻസ്ഫോം ആവും ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക്. അപ്പോൾ മറ്റേ ഒരു ഓപ്പോസിറ്റ് എലമെൻറ്റിൽ നിന്ന് വേറൊരു എലമെൻറ്റിലേക്ക് എനർജി ട്രാൻസ്ഫോം ആകുമ്പോൾ ഇന്നാണെങ്കിൽ ഇന്നിന്ന് ഇന്നിലേക്കും, യാങ് ആണെങ്കിൽ യാങ് എന്ന് യാങ്ങിലേക്കുമാണ് എപ്പോഴും ട്രാൻസ്ഫോം ഉണ്ടാവുക. നേരെ തിരിച്ചുണ്ടാവത്തില്ല. അതായത് ഇന്നിന്ന് യാങ്ങിലേക്കോ യാങ് നിന്ന് ഇന്നിലേക്കോ എലമെൻറ്റുകൾ മാറുമ്പോൾ ഉണ്ടാവില്ല, പെയർഡിൽ ഉണ്ടാവും. ഓക്കെ. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റേ നമ്മുടെ ജെ ഷേപ്പിലുള്ള ഒരു സഞ്ചിയാണ്. ഡൈജഷനിൽ നമ്മൾ ആ വായിലൂടെ പോകുന്ന എല്ലാ ഫുഡ്സും ആദ്യം സ്റ്റൊമക്കിലേക്കാണ് വരിക. സാർ ഇപ്പം പറഞ്ഞില്ലേ, പിന്നെ ലങ്ന്ന് പിന്നെ ലാർജ് ഇൻഡസ്ട്രി സ്റ്റൊമക്കിലേക്കാ പോകുന്നത്. അത് അങ്ങനെ അതിന്റെ ഇന്നർ വേ ആണോ? അല്ല, എനർജി ട്രാൻസ്ഫോർമേഷൻ അതാണ് ടൈം ഓർഗൻ ക്ലോക്കും അതുപോലെ തന്നെയാണ് വരിക. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ആ ഓർഗൻ ക്ലോക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ലേ, ആദ്യം വന്നിട്ട് നമുക്ക് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് യോഗ പോലെയുള്ള ബ്രീത്തിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ മെറ്റലിൻ്റെ ടൈം തന്നെയാണ് നല്ലത്. അതേപോലെ തന്നെ ബോഡിയിൽ നിന്ന് മറ്റേ സോളിഡ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യേണ്ട സമയവും ഇത് തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റൊമക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് TCMൽ അവോയ്ഡ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറയുക. ഓക്കെ. TCMൽ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് അവരുടെ പ്രോട്ടോകോൾ. ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ട് എടുത്തിരിക്കണം, പ്രത്യേകിച്ച് ഈ സ്റ്റൊമക്കിൻ്റെ ടൈം തന്നെ എടുത്തേക്കണം, അതാണ് അതിൽ പറയുന്നത്. ഓക്കെ. സോ എനർജി ട്രാൻസ്ഫോർമേഷൻ ആദ്യം വന്നിട്ട് ശരീരത്തിനകത്ത് വേസ്റ്റ് എലിമിനേഷൻ കഴിഞ്ഞു. അതേമാതിരി തന്നെ ബ്രീത്തിങ് ആദ്യം ചെയ്തിട്ട് എല്ലാ സെല്ലുകളെയും എനർജൈസ് ചെയ്യുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ട് ആദ്യം ടോക്സിൻ റിമൂവ് ചെയ്യുന്നു. ആ ടോക്സിൻ റിമൂവ് ചെയ്ത ശേഷം തിരിച്ച് പുതിയതായിട്ട് എനർജിക്ക് വേണ്ടി നിങ്ങൾ ആഹാരം കഴിക്കുന്നു. അത് ഡൈജഷൻ ആവുന്നു. അത് ഹാർട്ടിൻ്റെ സഹായത്താൽ എല്ലാവരുടെയും മറ്റേ സർക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴേക്കും തിരിച്ച് ഫുഡിൻ്റെ ടൈം ആവും. തിരിച്ച് നിങ്ങൾ ഫുഡ് ചെയ്യുന്നു. അത് വാട്ടർ എലിമെൻ്റ് മുഖേന എല്ലാവരുടെയും സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് വാട്ടറിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി വാമപ്പ് ആവും. വാമപ്പ് ആയ ശേഷം തിരിച്ച് റെസ്റ്റിങ്ങിലേക്ക് പോകും. പിന്നെയും തിരിച്ച് ഇതിലേക്ക് വരും. ഇതാണ് സർക്കുലേഷൻ പൊതുവെ. അപ്പോൾ നമ്മുടെ ശരീരം മാക്സിമം ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് യോഗയും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് രാവിലെയും ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകൾ വന്നിട്ട് വാട്ടറിൻ്റെ ടൈമുമാണ് ഏറ്റവും നല്ലത്. ഈ TCMൻ്റെ ഈ ഓർഗൻ ക്ലോക്ക് സിസ്റ്റം എനർജി ഫ്ലോവും വെച്ച് നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വളരെ കാമായിരിക്കേണ്ട സമയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ സമയത്ത് ഓവറായിട്ട് നമ്മൾ ബാക്കിയുള്ളവരായിട്ട് വഴക്കാവാനോ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടാതെ നമ്മൾ ഇരിക്കണം. ഊണ് കഴിഞ്ഞ ശേഷം വന്നിട്ട് മറ്റേ സ്മാൾ ഇൻഡസ്ട്രിയൽ ടൈമിലും അതേമാതിരി തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പാടില്ല. അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താം. ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാം. ഇതാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം. കിട്ടിയോ? കിട്ടി. അപ്പോൾ നമുക്ക് സ്റ്റൊമക്ക് J ഷേപ്പിലാണ്. അത് നമ്മുടെ വായ പോലും J ഷേപ്പിലാണ് ശരിക്കും ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ വായ എന്ന് പറയുന്നത് മറ്റേ എർത്തിൻ്റെ തന്നെ റിസംബിളൻസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് സ്പ്ലീനിന്ന് പറയുമ്പോൾ കീഴ്ചുണ്ടാണ് നമ്മൾ പൊതുവെ പറയാറ്. അത്രയുള്ള വ്യത്യാസം. ഓക്കെ. നമുക്ക് അനാട്ടമി ഫിസിയോളജി നമ്മുടെ പാർട്ടല്ല, നിങ്ങൾ പിന്നീട് പഠിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രം. TCMനെ സംബന്ധിച്ചിട്ട് എർത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റീവ് സൈക്കിളൊക്കെ വരയ്ക്കുമ്പോൾ അത് എർത്തിന് വന്നിട്ട് ഫയറിൻ്റെ താഴെ ഇടുമെങ്കിൽ പോലും പൊതുവെ ബാക്കിയുള്ള ഫങ്ഷനാലിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് എർത്തിനെ സെൻട്രൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എർത്താണ്. എർത്ത് ഇല്ലെങ്കിൽ നമ്മളില്ല. മനസ്സിലായോ? നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതും എല്ലാം കാട്ടിക്കൂട്ടുന്നതും ഈ എർത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ആർക്കും വിശപ്പില്ല എന്ന് വെക്കുക, നിങ്ങൾ ഇത്രയേറെ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കത്തില്ല. നമുക്ക് വിശപ്പുണ്ട്, വിശപ്പിനൊരു ആഹാരം വേണം എന്ന് സമ്പാദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് സേവിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. വിശപ്പെന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും ഏൺ ചെയ്യാൻ നിൽക്കില്ല. അങ്ങനെ ഏൺ ചെയ്യുമ്പോഴാണ് അതിനോട് നമുക്ക് എന്ത് തോന്നുന്നത്? ഒരു ആർത്തി തോന്നുന്നത്. മനസ്സിലാവുണ്ടോ?
സോ ഏതൊരു കാര്യം നമ്മൾ ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ ഋതത്തിലേക്ക് പോകുമ്പോൾ അതിനോട് കൂടുതൽ എന്താ പറയുക ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. സോ ഇതൊരു സെൻറ്റർ, അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എർത്തിനെ ഒരു സെൻട്രൽ എലമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഭൂമിയിലിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഭൂമിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ബാക്കി മൂലകങ്ങൾ കിട്ടുന്നുണ്ട്, സ്പേസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വുഡ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. ശരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത് വുഡ് ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് ഈ എർത്ത് തന്നെയാണ്, അല്ലേ? അത് കൂടാതെ വെള്ളവും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. പിന്നെ സൂര്യപ്രകാശം മാത്രമാണ് നമുക്ക് എവിടുന്ന് വരുന്നത്? പുറത്തുനിന്ന് വരുന്നത്. അതല്ലെങ്കിൽ ഭൂമിയുടെ അകത്ത് തന്നെ നമുക്ക് ഹീറ്റ് ഉണ്ട് താൻ. അങ്ങനെ ഭൂമി നമുക്ക് ഫയർ വെളിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും തൽക്കാലം നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ഫയറൊക്കെ ഉണ്ടാക്കിയെടുത്തത് നമുക്കറിയാലോ പണ്ട് കാലത്ത് എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് സൂര്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മൾ ഫയർ എന്ന് പറയുന്ന ആ സാധനത്തിലാണ്. അപ്പോൾ ഈ 5 എലമെന്റിലെ നമുക്ക് ജീവിക്കാനുള്ള രീതിയിലുള്ള ബാക്കി എല്ലാ എലമെന്റ്സും എർത്തിലുണ്ട്. പക്ഷെ ബാക്കി ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമുക്കിപ്പോൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൽ ജീവനുണ്ട്. പക്ഷെ നമുക്ക് വളരണമെങ്കിൽ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം തന്നെ അവിടെ ഹോൾഡ് ആവണമെങ്കിൽ എർത്ത് വേണം. അതേമാതിരി വായു എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ ജീവൻ നിലനിർത്താൻ വേണമെങ്കിൽ പോലും അടിസ്ഥാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഈ എർത്താണ്. നമ്മൾ തന്നെ പറയാം അല്ലേ, ഒരാൾ എത്ര തന്നെ വലിയ പണക്കാരനാണെങ്കിൽ അയാൾക്കൊരു സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, അല്ലേ? എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഉള്ളതിൻ്റെ ആ ഒരു സെക്യൂരിറ്റി പോലെ തന്നെയാണ് നമ്മളുടെ ഭൂമിയിൽ അല്ലെങ്കിൽ 5 എലമെന്റിൽ എർത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ സ്റ്റെബിലിറ്റി അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ എർത്ത് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഒരാൾ എന്താ പറയുക, എർത്ത് ബാലൻസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ തിങ്കിങ് ക്ലിയർ ആയിരിക്കും, അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും, എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും, എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുകയും ചെയ്യും. അത് ഈ എർത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേ സമയത്ത് എർത്ത് വീക്കാണെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പൊതുവേ വന്നിട്ട് ഒരു ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓവർ തിങ്കിങ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് എടുക്കുന്നത്? ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ പിന്നെയും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എർത്ത് ഇംബാലൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി ലോസ് ആവും. അങ്ങനെ സ്റ്റെബിലിറ്റി ലോസ് ആകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും ഒരു കൃത്യത ഉണ്ടാവില്ല, എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം തന്നെ ഉണ്ടാവും. ഓക്കെ, ഡൈജഷനിൽ നിങ്ങൾക്ക് അറിയാം, ഡൈജഷനിൽ ഫുഡ് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ദഹനത്തിന് ഏറ്റവും പ്രൈമഫൈസി ആയിട്ടുള്ള ഒരു ഓർഗനാണ്. സ്റ്റൊമക്കിൽ നിന്ന് തന്നെ വായിൽ നിന്ന് തന്നെ ചവച്ചരച്ചിട്ടാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ നമ്മൾ ഓർഗൻ ക്ലോക്ക് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. നാക്കിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് നാക്കിനകത്ത് എന്ത് വെച്ച് കഴിഞ്ഞാലും അതിന് ടേസ്റ്റ് അറിയാനുള്ള കഴിവില്ല. ഞാൻ ആൾറെഡി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓർഗൻ ക്ലോക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നാക്കിൽ ഉപ്പോ പഞ്ചസാരയോ വെച്ച് കഴിഞ്ഞാൽ നാക്കിന് ഒരിക്കലും മധുരം അറിയില്ല. എപ്പോഴാണ് മധുരം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാക്കിനകത്ത് എന്തെങ്കിലും സാധനം വെച്ചുകൊണ്ട് നിങ്ങളുടെ വായുടെ മുകളിലുള്ള ഭാഗത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ടേസ്റ്റ് അറിയുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അറിയാം. അപ്പോൾ അടുത്ത് നിങ്ങൾ കിച്ചണിലോ ആണെങ്കിൽ സ്വല്പം ഉപ്പ് എടുത്തിട്ട് നാക്ക് വെളിയിലേക്ക് വെച്ചിട്ട് ഉപ്പ് നാക്കിൽ വെച്ച് നോക്കൂ, ടേസ്റ്റ് അറിയത്തില്ല. നാക്ക് എപ്പോഴും നനഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈല്യൂട്ട് ആവുകയും ചെയ്യും. പഞ്ചസാരയോ വേറെ എന്ത് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയത്തില്ല, ടേസ്റ്റ് അറിയത്തില്ല. പക്ഷെ മുളക് തേച്ചാൽ മാത്രം എരിയും. മുളകിൻ്റെ ടേസ്റ്റ് അല്ല, അവിടെ ആ ഹീറ്റാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അറിയാതെ നിങ്ങളുടെ നാക്ക് മുകളിലേക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എരിവും കൂടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ടേസ്റ്റ് ബഡ് ഉണ്ടെങ്കിൽ പോലും മുകളിൽ നമ്മുടെ നാക്ക് തട്ടിയാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ. കണ്ണ് മൂടിയിട്ട് നിങ്ങളുടെ നാക്കിൽ എന്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ അപ്പർ മൗത്തിൽ ടച്ച് ചെയ്യണം. ഓർഗൻ ക്ലോക്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ ആരെങ്കിലും? ടേസ്റ്റ് ചെയ്ത് നോക്കിനി. കിട്ടിയോ? നാക്ക് മുകളിൽ തട്ടാതെ കിട്ടിയോ? മുകളിൽ തട്ടുമ്പോൾ മാത്രമേ കിട്ടുന്നില്ലോ. മുകളിൽ തട്ടുമ്പോൾ മാത്രം കിട്ടുന്ന എന്തുകൊണ്ടാ? നിങ്ങൾ എന്ത് സാധനം കഴിച്ചാലും ടേസ്റ്റ് ബഡ് ഉള്ളത് നാക്കിലാണെങ്കിൽ പോലും
അതിന് സ്വമേധയാ സെൻസ് എടുക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ അപ്പർ ലെയറിൽ അത് ടച്ച് ആവും. കൈകൊണ്ട് വെറുതെ തേച്ചാൽ പോലും ചിലപ്പോൾ ടേസ്റ്റ് അറിയത്തില്ല. ഓക്കെ, സോ എന്തിനാണ് ഈ ഒരു സിസ്റ്റം തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കുക. അത് ചിലവരൊക്കെ എത്ര കൗണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആരോ ഒരാൾ പറഞ്ഞു 32 പ്രാവശ്യം ചവയ്ക്കണം. ഓക്കെ, വായ തുറന്നു വെച്ചിട്ടല്ല ചവയ്ക്കേണ്ടത്, ചുണ്ടുകൾ തമ്മിൽ കൂട്ടി വെച്ചുകൊണ്ട് വേണം ചവയ്ക്കാൻ. അങ്ങനെ നിങ്ങൾ ചവയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഇത് അപ്പർ ലെയറിൽ ടച്ച് ആകുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി സ്പ്ലീനിനകത്തോ അല്ലെങ്കിൽ ത്രൂ ബ്രെയിനോ ഇയാൾ കഴിക്കുന്ന സാധനം ഇന്നതാണെന്നും ഇത് ഇത്ര കഴിക്കേണ്ടതെന്നുള്ള ഒരു ഇൻഫർമേഷൻ സ്റ്റൊമക്കിൽ നിന്ന് അല്ലെങ്കിൽ നാക്കിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. അവിടുന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ആർക്ക് പോകുമെന്ന് വെച്ചാൽ സ്റ്റൊമക്കിലേക്ക് പോകും. ഇന്ന വ്യക്തി ഇന്ന സാധനം ഇത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട്, അതിന് ദഹിക്കാൻ വേണ്ട എന്തൊക്കെ സാധനങ്ങൾ വേണ്ടോ അതെല്ലാം വന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ പോകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നന്നായി ചെയ്ത് ഫുഡ് നമ്മുടെ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ എക്സലേറ്റർ ഉണ്ടാവും അല്ലേ, അതിനകത്ത് ഒരേ സ്പീഡിൽ അത് പോവാം. ഓരോരുത്തർക്കും അനുസരിച്ചിട്ട് സ്ലോ ആയിട്ടും സ്പീഡായിട്ടും പോവില്ല. സോ ആ സ്പീഡിൽ ഈ ഫുഡ്സൊക്കെ മൂവ് ചെയ്ത് സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ ആ ഫുഡിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഡൈജഷൻ നന്നായി നടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേ സമയത്ത് നിങ്ങൾ ശരിക്കും ചെയ്യാതെയൊക്കെ കഴിക്കുകയാണ്, മുഴുങ്ങൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ കഴിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാം. നന്നായി ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ആഹാരത്തിന് ശേഷം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. അക്യൂട്ടായിട്ട് ഡൈജഷൻ സിസ്റ്റം ഉള്ളവർക്ക് അപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതല്ലാത്ത ആളുകൾ. അതേ സമയത്ത് നിങ്ങൾ വാരി വലിച്ച് മിഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദഹിക്കാൻ വിശക്കാൻ ഒരുപാട് സമയമെടുക്കും. എന്താ പറയുക, വയറ് വീർത്ത പോലെയൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ ആവത്തില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് സാധാരണ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന, ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് പൊറോട്ടയോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതേ സ്പീഡിലാണ് കഴിക്കുന്നത്, അതേ ക്വാണ്ടിറ്റി എങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് രാത്രി വിശക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും അത്. എന്താ കാരണം? അതേമാതിരി അരി ഭക്ഷണം കഴിക്കുന്ന അതേ സ്പീഡിൽ നിങ്ങൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് ഡൈജഷൻ ട്രാക്കാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സാധനം കുടിക്കുന്ന വെള്ളം പോലെ ചവച്ചരച്ചിട്ട് വേണം ഇറക്കാൻ. അങ്ങനെ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ, സ്റ്റൊമക്കിലേക്ക് പോകുമ്പോഴേക്കും ഡൈജഷൻ സിസ്റ്റത്തിന് ആവശ്യമുള്ള പല സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് ഡൈജഷൻ. അത് നിങ്ങൾ ഓരോന്ന് കഴിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതറിഞ്ഞ് അത് കറക്റ്റായിട്ട് റെഡിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റൊമക്കിൽ വന്നുകൊണ്ട് ഡൈജഷൻ്റെ പ്രോപ്പറായിട്ടുള്ള മിക്സിങ് നടന്ന് അതിനെ ഒരു ഗ്രൈൻഡിങ് മാതിരി, അതായത് ഗ്രൈൻഡറിൽ ഇടുന്നത് പോലെ തന്നെ അതിനെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അന്ന് സ്റ്റൊമക്കിൽ നിന്ന് വിഡ്രോവൽ ചെയ്യേണ്ട കുറച്ച് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഫർദർ പ്രോസസ്സിന് വേണ്ടിയിട്ട് സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കും. ഫർദർ ദഹനം നടക്കുന്നത് സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഏറ്റവും കൂടുതൽ ആഹാരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുക്കുന്നതൊക്കെ സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ സ്റ്റൊമക്കിലേക്ക് പോകേണ്ടത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുഴമ്പ് രൂപത്തിൽ തന്നെയാണ് പോകേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ വെള്ളം വന്നിട്ട് കടകടകടയെന്ന് പറഞ്ഞ് കുടിക്കുന്നതും നിങ്ങളുടെ സ്റ്റൊമക്കിനെ, ഡൈജഷൻ ട്രാക്കിനെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ തന്നെ പല ആളുകളും വലിയൊരു അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം, 1/2 ലിറ്റർ വെള്ളം ആഹാരം കഴിച്ചു കഴിയുന്ന ആളുകൾ, കൂടുതൽ കുടിക്കുന്ന ആളുകളുണ്ട്. ഉറപ്പായിട്ടും അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡൈജഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിറയെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ മിക്സിയിലോ ഗ്രൈൻഡറിലോ അരി അരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം, ഇപ്പോൾ ഒരു ഇത്ര അരി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത്ര വെള്ളം വേണ്ടി വരുന്നത്. അത്രയും വെള്ളം ആദ്യം തന്നെ ആരും അരയ്ക്കുമ്പോൾ ഒഴിക്കാറുണ്ടോ നിങ്ങൾ ഗ്രൈൻഡറിലോ മിക്സിയിലോ ചെയ്യുമ്പോൾ? ഇല്ല, ആദ്യം അളന്നിട്ടിടും. എന്നിട്ട് കുറേശ്ശെ വെള്ളമാണ് ഒഴിക്കുക അല്ലേ? അല്ലാണ്ട് ഒന്നിച്ചിട്ട് വെള്ളം ഒഴിക്കുക ഫുള്ളായിട്ട്? ഇല്ല. എന്താ കാര്യം? ഒന്നിച്ചങ്ങനെ അരിയില്ല, എല്ലാം കൂടിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അരി അരയത്തില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഡൈജഷന് പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് നോർമലി അവർ പറയാറ് 1 hour ബിഫോർ ആൻഡ് 1 hour ആഫ്റ്റർ എന്നാണ് പറയാറ് വെള്ളം കുടിക്കേണ്ടത്. ഓക്കെ, അത്യാവശ്യം തൊണ്ടയിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരു ചെറിയ സിപ്പ് വെള്ളം കുടിക്കാന്നല്ലാതെ കൂടുതൽ വെള്ളം കുടിക്കരുത്. വെള്ളം കുടിക്കുന്നത് പോലും വളരെ കുറച്ചായിട്ടേ കുടിക്കാവൂ. ഈ 2-3 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ ഇപ്പോൾ കുടിക്കുന്ന സമയത്ത് 3 ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും എന്ന് പറയുന്നതൊക്കെ തെറ്റായ സിസ്റ്റമാണ്. ദാഹിക്കുന്ന സമയത്ത് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം, അത്
ചുണ്ടിൽ തട്ടിയിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഓക്കെ, അല്ലാണ്ട് നിറയെ വെള്ളം കുടിച്ച് ശീലിക്കരുത്. നിങ്ങളുടെ ബോഡിക്ക് 1-2 ദിവസം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ റിതം ഫോളോ അപ്പ് ആയിക്കോളും. അതായത് വെറുതെ 5 ലിറ്റർ വെള്ളം കുടിക്കുക, 7 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന് എത്രയാണോ ആവശ്യം അത്രയാണ് കൊടുക്കേണ്ടത്. അപ്പം സ്റ്റൊമക്കിൽ നിന്നാണ് നമുക്ക് മറ്റേ സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടാണ് ഓരോ സെല്ലുകളും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ വന്നിട്ട് കിട്ടേണ്ടത് സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീൻ എന്നാണ്. അത് സ്റ്റൊമക്ക് താഴോട്ട് എനർജീനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സ്പ്ലീൻ വന്നിട്ട് സ്മാൾ ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റും വലിച്ചെടുക്കുന്ന ഈ ന്യൂട്രീഷൻസിൻ്റെ അപ്വേർഡിലേക്ക് അയച്ചുകൊണ്ട് ഹാർട്ടും ലങ്സിൻ്റെയും സഹായത്താൽ ബാക്കി ഓരോ സെല്ലുകൾക്കും ടിഷ്യൂവിനും ഓർഗൻസിനൊക്കെ എത്തിക്കുന്ന പണികളൊക്കെയാണ് ഇതിൻ്റെ പ്രൈമോഫൈസി. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗണിനും വേണ്ട ആഹാരം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനാണ്. ഓക്കെ, സോ ഭക്ഷ്യമന്ത്രിയുടെ റോളാണ് ഇവർ വഹിക്കുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെ സെല്ലുകൾ മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലുകൾക്ക് ആവശ്യമുള്ളത് കിട്ടണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എല്ലാ സെല്ലുകളുടെയും ഫുഡിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് എങ്ങനെയാണോ മനുഷ്യന് ഭൂമി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ സെല്ലുകൾക്കും നമ്മളുടെ ഭൂമി എന്ന് പറയുന്ന സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിന്ന് സ്റ്റൊമക്കിനെ കുറിച്ചാണ്. അത് എർത്ത് എലമെൻറ്റിലാണ്, പൊളാരിറ്റി യാങ് ആണെന്നറിയാം. നമ്മളത് സെൻറ്ററാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുക. സീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ TCM ലേറ്റ് സമ്മർ എന്ന് പറയും. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ക്ലൈമറ്റ് മാറുമ്പോഴും മറ്റേ എർത്തിൻ്റെ ടൈമാണ്. ഓരോ കാലാവസ്ഥ മാറുന്ന സമയത്തും എർത്തിലേക്ക് വന്ന് എർത്തിൽ നിന്നാണ് പിന്നെ അടുത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്ലൈമറ്റ് ഉണ്ടാവുക എന്നാണ് TCM പറയുന്നത്. പഴയ ബുക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ലേറ്റ് സമ്മർ എന്ന് പറയും. പക്ഷേ എല്ലാ സീസൺ ചേഞ്ചിലും എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എർത്ത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് എല്ലാ സീസൺ ചേഞ്ച് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അതേമാതിരി തന്നെ ഓപ്പണിങ് അല്ലെങ്കിൽ ഓർഫീസ് എന്ന് പറയുന്നത് മൗത്താണ്. സെൻസ് എന്ന് പറയുന്നത് ടേസ്റ്റാണ്. മൗത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൗത്ത് ആൻഡ് സ്പ്ലീൻ അല്ല ലിപ്സ് ആണ്. ഓക്കെ, മറ്റേ സെൻസ് എന്ന് പറയുന്നത് ടേസ്റ്റാണ്. അതേമാതിരി ടിഷ്യൂസ് എന്ന് പറയുന്നത് മസിൽസിനെയാണ് പറയുന്നത്. പഴയ ബുക്കുകളിൽ ടെൻഡൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. പണ്ട് കാലത്ത് ഇതിന് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് റിസർച്ചിലാണ് ഇതിനെ കറക്റ്റാക്കി ഇതാക്കി വെച്ചിരിക്കുന്നത്. പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വുഡിൻ്റെ ടിഷ്യൂസിനെ മസിൽസ് എന്നും എർത്തിൻ്റേത് ടെൻഡൻ എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഉള്ള പുസ്തകങ്ങൾ എപ്പോഴാണ് മാറിയെന്ന് എനിക്ക് എക്സാക്റ്റ് അറിയില്ല. അതിനുശേഷം വരുന്ന പുസ്തകങ്ങളിലൊക്കെ എർത്തിൻ്റെ ടിഷ്യൂസ് മസിൽസും വുഡിൻ്റെ ടെൻഡനുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ പോസിറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമയുള്ള വ്യക്തിയായിരിക്കും, നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ഒരു എന്താ പറയുക ഒരു ആധികാരികത ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ. ആ എർത്ത് എലമെൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സംസാരിക്കുന്നതിനകത്തും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്നതിനൊക്കെ തന്നെ വളരെയേറെ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ വളരെയേറെ സ്റ്റെബിലിറ്റി കാണാൻ പറ്റും. അത് ശരിയായിട്ട് ചെയ്യുകയാണെങ്കിലും ശരി, തെറ്റായിട്ട് ചെയ്യുന്നതാണെങ്കിലും. ഇതേ എർത്ത് എലമെൻ്റ് ആയിട്ടുള്ള ഒരു ആൾ ദുഷ്ടനാണെങ്കിൽ അദ്ദേഹം ദുഷ്ടതരം ചെയ്യുന്നതിലും അതേ പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാത്തിനും രണ്ട് വശം ഉണ്ടായി. ഇതെല്ലാം ഡബിൾ സൈഡ് കത്തിയാണ്, അങ്ങോട്ടും കുത്തും ഇങ്ങോട്ടും കുത്തും. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയുടെ ബാക്കിയുള്ള ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എർത്ത് എലമെൻറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ആ വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ നല്ല കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും. അതേ ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ എർത്ത് എലമെൻ്റ് ആണ് സ്റ്റെബിലിറ്റി ആയിരിക്കണമെങ്കിൽ ചെയ്യുന്ന ദുഷ്ടത്തരത്തിനും അതേമാതിരി പെർഫെക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അതേമാതിരി നല്ല ക്ഷമയുള്ള ആളായിരിക്കും. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് വറിയാണ്. വറി എന്ന് നമ്മളപ്പോൾ പറഞ്ഞല്ലോ, ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വറി. അതേമാതിരി തന്നെ നമുക്ക് സംസാരിക്കുന്നതിനും ആലോചനകൾക്കൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താ വെച്ചാൽ സ്റ്റെബിലിറ്റി ലോസ് ആയതുകൊണ്ട് തന്നെ വേറൊന്നിനും നമുക്കതിനെ എന്താ പറയുക ഒരു ക്ലാരിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല സ്റ്റെബിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത്. അതേമാതിരി തന്നെ ഫ്ലേവർ എന്ന് പറയുന്നത് സ്വീറ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഷുഗർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിനോട് ഒരു മറ്റേ അത്യാഗ്രഹം കൂടുന്നത്. എന്ത് കഴിക്കുമ്പോൾ സ്വീറ്റിനോട് താല്പര്യം കാണിക്കും. അതേമാതിരി തന്നെ ഇതിൻ്റെ കളർ യെല്ലോ ആണ്. സൗണ്ട് എന്ന് പറയുന്നത് അതായത് എർത്ത് എലമെൻറ്റ് സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരുടെ ശബ്ദം പാടുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്.
TCM പറയുന്നത്. അവരുടെ വോയിസ് വളരെ സോഫ്റ്റ് ആയിരിക്കും, എല്ലാത്തിനും ഒരു പാട്ടിൻ്റെ റെതമെറ്റിക് ഉണ്ടാവും. കാരണം അത്രയും സ്റ്റേബിൾ ഉള്ളത് കൊണ്ട് അവരുടെ സംസാരത്തിനും മറ്റുമൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവരുടെ സൗണ്ട് എന്ന് പറയുന്നത് സിംഗിങ് നേച്ചറാണ്. കാരണം ഒരാൾ പാടുന്നത് എപ്പോഴാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോഴാണ് പാട്ടുകൾ വരിക, അല്ലേ? സോ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇത് പറയുന്നത്. അതേമാതിരി മണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മറ്റേ സുഗന്ധം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എർത്ത് നല്ല എർത്താണെങ്കിൽ അതിനൊരു സുഗന്ധപൂരിതമായിട്ടുള്ള മണമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ടൈം നമുക്കറിയാം 7 AM to 9 AM ആണ്. ശരിക്കും ഇതിന് മുമ്പേ നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല സമയം 8 മണിക്കുള്ളിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്, അങ്ങനെ 3 നേരം കഴിക്കുന്നവരാണെങ്കിൽ. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ടൈമിൽ വരുന്നത് പെരിക്കാടിയാണ്, രാത്രി 7 to 9. ഇതിൽ പൊളാരിറ്റി നമ്മൾ ആൾറെഡി പറഞ്ഞു, എർത്ത് എന്ന് പറയുന്നത് യാങ് ആണെന്ന്. ഫ്ലോ ഡയറക്ഷൻ വന്നിട്ട് എവിടെ നിന്നാണ്? ഇത് തലയിൽ നിന്ന് തുടങ്ങി കാലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫ്ലോ ഓഫ് ഡയറക്ഷൻ ഡൗൺവേർഡാണ്. ഫേസ് നിന്ന് ലെഗിലേക്കാണ് മറ്റേ മെറീഡിയൻ തുടങ്ങി അവസാനിക്കുന്നത്. മൊത്തം 45 പോയിന്റ്സ് ആണ് ഉള്ളത്. കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ആണ്. അതായത് നമ്മൾ കൃഷി ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിനകത്ത് എല്ലാ എലമെന്റിനെയും അതേമാതിരി ദിശകളെയും അതേമാതിരി തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്താ വെച്ചാൽ അന്ന് കാലത്ത് പ്രധാനപ്പെട്ട ഒരു മറ്റേ എന്താ പറയുക ഒരു മറ്റേ ഉദ്യോഗം അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മറ്റേ കൃഷിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. അത് പൂവിൽ നിന്ന് കായിലേക്കുള്ള മാറ്റത്തിൻ്റെ സമയം, അല്ലെങ്കിൽ ഈ ചെടി ഗ്രോത്തിങ് ആയി വരുന്ന സമയം, മെച്ചോറിറ്റിയിലേക്ക് വരുന്ന സമയം. മെറ്റലിൻ്റെ ആണെങ്കിൽ സമയത്ത് നമ്മൾ പറഞ്ഞു റീപ്പിംഗ് ടൈം, അതായത് കൊയ്യുന്ന കാലഘട്ടം. സോ അങ്ങനെയാണ് ഇതിനകത്ത് TCMൽ പറയുന്നത്. കാരണം അന്ന് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പോൾ ഓരോ സീസണിലും TCM പറയുന്നത് ഓരോ സീസൺ കഴിയുമ്പോഴും എർത്തിലേക്ക് വന്ന് അതായത് ഒരു മഴക്കാലം കഴിഞ്ഞ് തണുപ്പ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് എർത്തിൻ്റെ ടൈമാണ്. ആ സമയത്ത് വാംനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം തണുപ്പ് ഉണ്ടാവും. തണുപ്പിന് ശേഷം കാറ്റുകാലാണ് വരുന്നതെങ്കിൽ ആ കാറ്റുകാലത്തിന് അതിന് ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ ഓരോ സീസൺ കഴിയുമ്പോഴും എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മാറുക എന്നാണ് TCM പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ക്രിയേറ്റീവ് സൈക്കിളും കൺട്രോളിങ് സൈക്കിളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇടും. ഓക്കെ, അത് തമ്മിൽ രണ്ട് ആസ്പെക്ട്സ് മനസ്സിലാക്കാനാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ആൾറെഡി സ്റ്റൊമക് മെറീഡിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റേ കണ്ണിൻ്റെ മധ്യഭാഗത്ത് നിന്നും തുടങ്ങി താടിയിലെത്തിയ ശേഷം നേരെ തിരിച്ച് മുകളിലേക്ക് ഒരു യു ടേൺ അടിച്ചുകൊണ്ട് എങ്ങനെയാണോ സ്റ്റൊമക്ക് J ഷേപ്പിലുള്ളത്, വായ J ഷേപ്പിലുള്ളത്, അതേമാതിരി ഒരു J ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് തന്ന ശേഷം താടിയുടെ അവിടുന്ന് ഒരു മെറീഡിയൻ്റെ പാത്ത് നമ്മുടെ ഷോൾഡർ ബോണിൻ്റെ അവിടെ അല്ലെങ്കിൽ ക്ലാവിക്കൽ ബോണിൻ്റെ അവിടെ വന്ന് അവിടുന്ന് വശങ്ങളിലേക്ക് മാറി നിപ്പിള് വഴി തിരിച്ച് നമുക്ക് സ്റ്റൊമക്കിലേക്ക് എത്തുകയും സ്പൈൻ മറ്റേ നമ്മുടെ മധ്യഭാഗത്തിനോടൊക്കെ അടുത്ത് വന്ന ശേഷം അത് നേരെ തൊടയിലേക്ക് ഇറങ്ങുകയും തൊടയിൽ നിന്ന് ഏകദേശം മധ്യഭാഗത്ത് വന്ന ശേഷം മുട്ടിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും വശങ്ങളിലേക്ക് മാറി നമ്മുടെ കാലിലെ ബോണിൻ്റെ സൈഡിലൂടെ, അതായത് ആൻറ്റീരിയർ സൈഡിലൂടെ രണ്ടാമത്തെ വിരലിൻ്റെ മൂന്നാമത്തെ നഖക്കോണിൻ്റെ ഭാഗത്ത് അവസാനിക്കുന്നതാണ് നമ്മുടെ സ്റ്റൊമക് മെറീഡിയൻ. ഇത് എക്സ്റ്റേണൽ പാത്വേ ആണ്. ഇതിനകത്ത് മൊത്തം 45 പോയിൻ്റാണ് ഉള്ളത്. അതിന് ഇന്റേണൽ മെറീഡിയൻ കൂടിയുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നതാണ് നമ്മുടെ ഇന്റേണൽ മെറീഡിയൻ. അതേമാതിരി തന്നെ മൂക്കിൻ്റെ അവിടെയും ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരേണ്ടതാണ്. അത് മറ്റേ അവർ ഡിസൈൻ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള അതാണ്. അപ്പോൾ കണ്ണിൻ്റെ മധ്യഭാഗത്താണ് തുടങ്ങുന്നത്. അതിന് മുമ്പ് ചെറിയൊരു എന്താ പറയുക 7 എന്ന് എഴുതിയ മാതിരി ഒരു സംഭവം ഉണ്ടാവും. ആ ഭാഗവും ബ്ലൂ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇന്റേണൽ പാത്ത് അങ്ങനെ കാര്യമായിട്ടില്ല. ക്ലാവിക്കൽ ബോണിൻ്റെ അവിടുന്ന് ലങ് മുഖേന നേരെ സ്റ്റൊമക്കിലേക്ക് വന്ന് നമ്മുടെ മറ്റേ പൊക്കിൾ കുടറ ആ വഴി വന്ന ശേഷം തൊടയുടെ അവിടെ വന്നിട്ട് അത് തിരിച്ച് ജോയിൻ്റ് ആവും. ഈ തൊടയുടെ അവിടെയുള്ള പോയിന്റുകളെല്ലാം തന്നെ അത് സ്പ്ലീനിൻ്റെ ആണെങ്കിലും ശരി, സ്റ്റൊമക്കിൻ്റെ ആണെങ്കിലും ശരി, പിന്നെ ലിവറിൻ്റെ ആണെങ്കിലും ശരി, ഗാൽ ബ്ലേഡറിൻ്റെ ആണെങ്കിലും ശരി, കിഡ്നിയുടെ ആണെങ്കിലും ശരി, വളരെ നല്ല പോയിന്റാണ്. അത് മനസ്സിലാക്കി വെച്ചോളാം. സെൽഫ് മസാജ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ആ ഭാഗത്ത് പെയിനൊക്കെ ഉണ്ടെങ്കിൽ തള്ളവിരൽ കൊണ്ട് മസാജ് ഓയിലിട്ട് മസാജ് ചെയ്യുന്നത് ആ ഓർഗണിൻ്റെ എനർജീനെ എവിടെയെങ്കിലും ലോക്കായിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ വളരെ നല്ലതാണ്. ഓക്കെ, ന്യൂറോ തെറാപ്പി ഇപ്പോൾ അത് ഒരുപാട് ഡെവലപ്പായി പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ന്യൂറോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് കേന്ദ്രം തന്നെ
ഈ തുടരുടെ ഇടുക്കുകളാണ്. അവിടെ അവർ കാലുകൊണ്ട് പ്രഷർ ചെയ്തിട്ട് ഉഴിച്ചിലുകാർ ചെയ്യുന്നത് പോലെ തന്നെ പ്രഷർ കൊടുത്തിട്ടാണ് മറ്റേ ബി പിനെയും മറ്റേ അതേമാതിരി തന്നെ ഡയബറ്റിക്കിനെയൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ലാണ്ട് ഈ പോയിന്റ്സിനൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ളതും കൂടെയാണ്. ഓക്കെ, അപ്പം മെറീഡിയൻ പാത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നമുക്കിനി പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് സംശയമുണ്ടോ? ഡോട്ട് കാണുന്നതൊക്കെ ഇന്റേണൽ മെറീഡിയൻസ് ആണ്. അത് ചില സ്ഥലത്ത് ചുവന്ന കളറിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇത് ഗിഫ് ചെയ്യുമ്പോൾ നമുക്ക് പരിചയമില്ല, ആരെങ്കിലും കൊണ്ടൊക്കെ പറഞ്ഞ് ചെയ്യിച്ച് ഞാൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. പക്ഷെ ശരിക്കും ആ റെഡ് കളർ ഡാഷ് എന്ന് കാണുന്നതും ഒന്ന് കണ്ടിന്യൂസ് ലൈനാണ്. ഈ ഡാഷ് എന്നുള്ളതൊക്കെ തന്നെ വന്നിട്ട് ഇന്റേണൽ മെറീഡിയൻ ആണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഉള്ളിലൂടെ ഇത് ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നിങ്ങളൊന്നും മൗനമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ. ഹലോ സാർ, ഈ സ്റ്റൊമക്കിന്റെ ചാനൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ മറ്റ് ചില പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചില കെർവുകൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ ഇത് കൃത്യമായിട്ട് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? അങ്ങനെയല്ല, നമുക്ക് ഓരോ പോയിന്റ് പോകുന്ന സമയത്ത് മറ്റേ നമുക്ക് ആൾറെഡി വന്നിട്ട് മറ്റേ നമ്മുടെ റൺ മെറീഡിയൻ നമുക്ക് അറിയാം അല്ലേ? അത് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുമോ? എളുപ്പമുണ്ട്, കുറച്ചുകൂടി ആ റൺ മെറീഡിയനിൽ നിന്ന് ഇത്ര ചൂൺ ദൂരെയാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ ഓരോന്നും 1 ചൂൺ വിട്ടിട്ടാണ്. നമുക്കത് ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, അത് ആ പോയിന്റ് തന്നെയാണോ എന്നുള്ളത്. ഇപ്പൊ ST25 നമുക്ക് അംബ്ലിക്കസിന്റെ അവിടുന്ന് 1.5 ചൂണ് ബോത്ത് സൈഡിലൂടെ പോകുന്നു. അതെ, നമുക്ക് ആ കൃത്യമായിട്ട് സെന്റർ ആയതുകൊണ്ട് നമുക്ക് ആ പോയിന്റ് മനസ്സിലാക്കാൻ കഴിയും കുറച്ചും കൂടെ. അതെ. പിന്നെ അവിടെ എത്ര ചൂൺ ലാറ്ററലാണെന്ന് നമ്മൾ പഠിക്കും. നമുക്ക് CV അറിയാണെങ്കിൽ CV നിന്ന് 1.5 ചൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 ചൂൺ എടുത്താൽ പോരെ? മതി. ഞാൻ ചോദിക്കുന്നത് ആ കറക്റ്റ് പോയിന്റ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? വല്ല പ്രത്യേക അടയാളങ്ങളോ അല്ലെങ്കിൽ മറ്റേ വേദനകളോ? അതുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഏത് മെറീഡിയനിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മെറീഡിയനിലെ പോയിന്റിനെ പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 2-3-4 കാര്യങ്ങളാണ് വരിക. ഒട്ടുമിക്കതും ആ പോയിന്റ് ഒരു ചെറിയൊരു എക്സ്ട്രാ ആയിട്ട് അവിടെ ഒരു താഴ്ച കാണാൻ പറ്റും നമുക്ക് എല്ലാ പോയിന്റും ആൾമോസ്റ്റ്. ഒരു പോയിന്റ് നിങ്ങൾ അവിടെ തൊടുന്ന സമയത്ത് ഒന്ന് വിരലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്. ഹലോ സാർ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റിന് വന്നിട്ട് ഒരു ചെറിയ കുഴി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, ആ പോയിന്റ് നമുക്ക് ഇടണോ വേണ്ടിയോ എന്നുള്ളതും ബോഡി തന്നെ പറയും. അത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുജോക്കിലോ റിഫ്ലക്സോളജിയിലോ ഒരു കറസ്പോണ്ടിങ് ബോൾ എന്ന് പറയൂലേ, ഒരു ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ അവിടെ ഒരു തടുപ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആണെങ്കിൽ മാത്രമേ ശരിക്കും ആ പോയിന്റ് ഇടേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ആ പോയിന്റ് ഇടണം എന്നില്ല. പിന്നെ സ്റ്റൊമക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കൈവച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ട് സ്ലാൻഡിങ് ആയിട്ട് ഒത്തിരി വലിയ നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ 1-2 പോയിന്റ് ഒന്നിച്ച് കവർ ആവും. അതേമാതിരി തന്നെ ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അധികവും ഈ ഇപ്പൊ റൺ 4 ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് സ്റ്റൊമക്ക് 8, അതിന്റെ തൊട്ടടുത്തുള്ളത് സ്റ്റൊമക്ക് 28 ആണെങ്കിൽ ആൾമോസ്റ്റ് കോമൺ ആയിട്ട് ഉള്ള ഫങ്ഷനാലിറ്റിയാണ് വരിക അടുത്തടുത്ത പോയിന്റുകളൊക്കെ. നിങ്ങൾ റൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതേമാതിരി എഫക്റ്റ് കിട്ടുകയും ചെയ്യും. പോയിന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇത് പോകുന്ന സമയത്ത് മറ്റേ നമ്മുടെ റൈറ്റ് സൈഡിലൂടെ പോകുമ്പോൾ ലിവറിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ലിവറിനെ ടച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം സ്റ്റൊമക്കും ടച്ച് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ മെറീഡിയൻ. ഓക്കെ, സോ ഇത് വളരെയേറെ കണക്റ്റഡ് ആണ്. കാരണം സ്റ്റൊമക്കും മറ്റേ എർത്തും വുഡും തമ്മിൽ വളരെയേറെ എന്താ പറയുക ബന്ധമുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ എമോഷണൽ സ്റ്റാറ്റസും ഒക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കറക്റ്റ് ആവേണ്ട 2 സാധനങ്ങളാണ്, ഒന്ന് സ്റ്റൊമക്കും ലിവറും. ഇപ്പോൾ പൊതുവേ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ മരണപ്പെട്ടു പോയ മറ്റേ മോഹനൻ വൈദ്യരുണ്ട്. അദ്ദേഹം വന്നിട്ട് നിങ്ങൾ മാർക്കറ്റിലൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈദ്യന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ലിവറിനെ ആയിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ ലിവറിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡയറ്റിലേക്ക് പോകും. അങ്ങനെ ഡയറ്റ് പോകുമ്പോൾ എർത്തിലൂടെ മാത്രമേ അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവന്റെ ശരീരത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സാധനമാണ് ഈ എർത്ത് ആൻഡ് വുഡ്.
എർത്തിനെയും വുഡിനെയും സെപ്പറേറ്റ് ആയിട്ട് ശരിക്കും കാണാൻ പാടില്ല എന്നാ പറയാ. കാരണം രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ലിവറിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് ബ്രൈറ്റ്നെസ് കൂടുതലായിട്ട് തട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലിവറിനെ കേടുവരുത്താൻ പറ്റും. അതല്ലാണ്ട് ലിവറിനെ കേടുവരുത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അകത്തേക്ക് കുടിക്കുന്ന പാനീയങ്ങളോ മരുന്ന് ആഹാരങ്ങളോ തന്നെ ആയിരിക്കണം. കെമിക്കൽ കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ പോകണം. അപ്പൊ അത് എർത്തിനെ കേടുവരുന്നതിലൂടെ മാത്രമേ ഇത് വരും. ഇപ്പൊ നമുക്ക് ഏറ്റവും ലിവറിന് വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് എന്താണ് മഞ്ഞപ്പിത്തം എന്നുള്ളത്. മഞ്ഞപ്പിത്തം എന്താണ് ആക്ച്വലി വന്നിട്ട് ലിവറിനെ ബാധിക്കുകയാണെങ്കിൽ പച്ച നിറമല്ലേ വരേണ്ടത്, യെല്ലോ കളറല്ലേ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മരം വെച്ചു, ഒരു ചെടി വെച്ചു, അത് അതിലത്തെ ഇലകളെല്ലാം പഴുത്തു പോകുന്നു, മറ്റേ മരമൊക്കെ മഞ്ഞ നിറം ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്തിന്റെ ഇംബാലൻസ് ആണ്, അല്ലാണ്ട് ആ ചെടിയുടെ കുഴപ്പമല്ല. അപ്പോൾ എർത്തിന്റെ ഇംബാലൻസ് ലിവറിനെ ബാധിക്കുന്നതാണ് ജോണ്ടിസ്. അപ്പൊ എന്താ ചെയ്യാ? ജോണ്ടിസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് വന്നിട്ട് ഡയറ്റ് തന്നെയാണ്. അപ്പൊ ആരെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ എർത്തിനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. എർത്ത് കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വുഡ് കറക്റ്റ് ആവും. സോ എർത്ത് ആൻഡ് വുഡ് വന്നിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്, എല്ലാത്തിൻ്റെയും പ്രമോഫൈസിൽ സോഴ്സ് ആണ്. കാരണം എർത്ത് നിന്നാണ് ബാക്കിയുള്ള സെല്ലുകൾക്കൊക്കെ എന്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് ശരീരം ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം കിട്ടുന്നത്. സോ നിങ്ങൾ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട സാധനമാണ് നിങ്ങളുടെ ആഹാര രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്താണോ ആവശ്യം ആ സാധനം നല്ല രീതിയിൽ ചവച്ചരച്ച് തന്നെ കഴിക്കേണ്ട സമയത്ത് കഴിക്കണം. അതല്ലാതെ പല ആൾക്കാരും വരുന്ന ക്ലയന്റ് പറയാറുണ്ട്, ടീച്ചറാണ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലാണ്, ആഹാരം കഴിക്കാൻ സമയമില്ല, രാവിലെ വന്നിട്ട് കുറേ ട്രാവൽ ചെയ്ത് പോകണം, അതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വരുത്തി നിന്നിട്ടൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും വായിൽ ഇട്ടിട്ട് ഒരു ബ്രെഡോ എന്തെങ്കിലും എന്തൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോവുക. എന്നിട്ട് ഉച്ച സമയത്ത് വന്നിട്ട് ഓഫീസ് അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ശരിക്കും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും വാരി വെച്ച് കഴിച്ചിട്ട് വൈകുന്നേരം വന്നിട്ടാണ് നന്നായി കഴിക്കുക എന്ന് പറയുന്നത്. ചെയ്യുന്നത് വളരെയേറെ തെറ്റാണ്. അസുഖം നിങ്ങളെ വിട്ടു പോകത്തില്ല. ഓക്കെ, ഏതാ നല്ലത്? സാർ ഇപ്പൊ നേരത്തെ മഞ്ഞപ്പിത്തത്തിന്റെ കാര്യം പറഞ്ഞില്ല സാർ. കണ്ണിലും ശരീരത്തിലൊക്കെ മഞ്ഞ നിറമാണ് കാണിക്കുന്നത്, ലിവറിനെയാണ് ബാധിക്കുന്നത്. പക്ഷെ ലിവറിന്റെ ഡിസ്ഫങ്ഷനിൽ കാണേണ്ടത് പച്ച നിറമായിരുന്നു. അപ്പൊ അത് എർത്ത് ലിവറിനെ, അത് മറ്റേ വുഡിനെ കൗണ്ടർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത്? അതെ അതെ, അതായത് എർത്തിന്റെ ഇംബാലൻസ് എർത്തിന്റെ ഇംബാലൻസ് വുഡിനെ ബാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചെടികളൊക്കെ വെക്കുന്നില്ലേ, ആവശ്യത്തിന് വെള്ളമൊന്നും ഇടാണ്ട് വെറുതെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കൂ, ആ ചെടി മുഴുവൻ പഴുത്തു പോകും. അതെ, അതെന്താണ്? എർത്തിൽ വന്നിട്ട് ആവശ്യത്തിൽ കൂടുതൽ മോയ്സ്ചറായി അല്ലെങ്കിൽ എർത്ത് കേട് വന്നത് കൊണ്ടാണത്. അതെ. അപ്പോൾ ആക്ച്വലി നമ്മൾ ലിവറിനെ അല്ല നേരിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഡയറ്റ് കൺട്രോളാണ്. ആയുർവേദത്തിലാണെങ്കിലും ശരി, സിദ്ധയിലാണെങ്കിലും ശരി, ഒറ്റമൂലിയിലാണെങ്കിലും ശരി, മെയിനായിട്ട് നമ്മൾ അവിടെ പഥ്യമാണ് നോക്കുക. ഒരു സാധനവും കഴിക്കില്ല, കഞ്ഞിവെള്ളം മാത്രം കുടിക്കുള്ളൂ, വീട്ടിൽ കടുക് പോലും വറക്കണ്ട പറയും ഇല്ലേ? ക്ലിയർ ചെയ്യുന്നത് എർത്തിനെ ക്ലിയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വുഡ് ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങളുടെ തൊടിയിൽ എന്ത് വെച്ചാലും വരുന്നില്ലെങ്കിൽ ചെടിയുടെയോ വിത്തിന്റെയോ കുഴപ്പമല്ല, നിങ്ങളുടെ മണ്ണിന്റെ കുഴപ്പമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മണ്ണിനാണ് നോക്കേണ്ടത് അല്ലേ? സാധാരണ ഇതിന് പറയാറുള്ളത്. അല്ല, അതൊക്കെ മറ്റേ സ്റ്റൊമക്ക്, അതായത് എർത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും നല്ലത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മറ്റേ എർത്തും ലിവറും മറ്റേ വുഡും നന്നായിരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞാൽ യു ഹാവ് ടു കോംപ്രമൈസ് വിത്ത് യുവർ ഹെൽത്ത്. അത്രയേ ഉള്ളൂ. പല ആളുകളും പറയും ഡയറ്റ് എടുക്കാൻ പറഞ്ഞാൽ സാർ ഇത്തിരി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, മാക്സിമം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം അതേപോലെ തന്നെയാണ്, മുഴുവനായിട്ട് മാറില്ല. പറഞ്ഞു വരുന്ന മരുന്നുണ്ടോ? വെൻ യു കോംപ്രമൈസ് വിത്ത് യുവർ ഹെൽത്ത്, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എത്ര കോംപ്രമൈസ് ചെയ്യണം അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ഹെൽത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ 100% ഒരു കാരണവശാലും റിസ്ക് എടുക്കരുത്. കാരണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മുടെ എർത്ത് നന്നായിരിക്കണം. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് വളരെയേറെ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥനയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതിനേക്കാൾ ഏറെ കൊടുക്കേണ്ട ഒരു സാധനമാണ് നിങ്ങളുടെ ആഹാര രീതി. തോന്നിയ സമയത്ത് തോന്നിയ പോലെ തോന്നുന്നത് എന്തെങ്കിലും കഴിക്കേണ്ടതല്ല. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പോലെ കഴിക്കണം.
അത്രേ ഉള്ളൂ. വെള്ളം നല്ലതാണെന്ന് പറഞ്ഞ് ഫുൾ ടൈം വെള്ളം കുടിച്ചാൽ ആള് ചത്തു. സാർ ചിലര് പിന്നെ മധുരം അധികം ഇഷ്ടപ്പെടുന്ന ചിലര് പുളിയൊക്കെ അധികം ഇഷ്ടപ്പെടുമ്പോ അതന്നെയാണ് കഴിക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇംബാലൻസ് ആണ്. ഇഷ്ടപ്പെട്ട. അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റേ പഞ്ചസാരയോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ എർത്തിനകത്ത് എന്തോ ഒരു ഇംബാലൻസ് ഉണ്ട്. കൊഴുപ്പിനാണെങ്കിൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്. അല്ല ഇപ്പൊ സാറ് കാരത്തിനോടാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞില്ല എന്താ ഇഷ്ടമുള്ള കഴിക്കാന്ന് പറയുമ്പോ അങ്ങനെ ഇഷ്ടം ഇഷ്ടമല്ല, ഞാൻ നോക്കിയിട്ടാണ്. ഇഷ്ടമുള്ളത് കഴിക്കാനല്ല പറഞ്ഞ്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അനുയോജ്യമായതെന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രയോറിറ്റി ഞാൻ പറയുകയില്ല. സാർ ഇപ്പൊ ഒരു സംശയം. ഇപ്പൊ സാർ ആ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാൾക്ക് മധുരം ആഗ്രഹിക്കുന്നു, അയാളുടെ ശരീരത്തിൽ മധുരത്തിന്റെ ഡിസ്ഫങ്ഷൻ ഉള്ളത് കൊണ്ടാണോ, ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണോ അങ്ങനെ എർത്തിന് ആഗ്രഹിക്കുന്നത്? ഇംബാലൻസ് ഉള്ളത് കൊണ്ടാണ്. എർത്തിന് ഇംബാലൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരു പ്രമേയ രോഗിക്ക് അങ്ങനെ ഒരു മധുരത്തിനോട് താല്പര്യം തോന്നിയാൽ അയാൾക്കത് കഴിക്കാമോ? അങ്ങനെ പാടില്ല, 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 പാടില്ല. പാടില്ല. ഇപ്പൊ സാധാരണ ഇതില് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാല് ഗർഭിണി, അതായത് അത് രണ്ട് ഒരു സ്റ്റാറ്റസ് ആണ്. അല്ല സാർ, ഗർഭിണി അല്ല, ഒരു ഒരു മിനിറ്റ്, സ്ത്രീ അത് രണ്ട് സ്റ്റാറ്റസ് ആണ്. ഗർഭിണി എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ഒരു ജീവൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയൊരു കാർവിങ് ഉണ്ടാവും. അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാരയായിട്ട് കൊടുക്കുന്നതല്ല നമ്മുടെ സിസ്റ്റം. അതിന് പകരം നിങ്ങൾ മധുരക്കിഴങ്ങുകളും മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് പ്രിഫർ ചെയ്യുക. ഞാൻ ചോദിച്ചു വരുന്നതല്ല സാർ. ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അവർക്ക് പുളിയോട് താല്പര്യം കൂടും. അതായത് അതെ, ലിവറിന്റെ ഫംഗ്ഷൻ കൂടുതലാണല്ലോ. അപ്പൊ അവിടെ അതെ, ലിവറിന്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടായിരിക്കണം അവർക്ക് പുളിയോട് അതെ. താല്പര്യം വേറൊരു ജീവനെ കൂടെ കൂടുതൽ. അവിടെ പോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പുളിപ്പ് രസത്തിനോട് താല്പര്യം ഉണ്ടാവും. ആ സമയത്ത് മാങ്ങയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള അതെ, പുളിപ്പ് കൊടുക്കാം. വാളംപുളി ഉപയോഗിക്കരുത്. ഓക്കെ. അത് അവിടെ ഡെഫിഷ്യൻസി, ലിവറിൽ ഡെഫിഷ്യൻസി വന്നത് കൊണ്ടാണ് അവർക്ക് പുളിയോട് താല്പര്യം തോന്നിയതെങ്കിൽ, ആ ഡയബറ്റിക് പേഷ്യൻസിന്, ഒരു സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് അവർക്ക് മധുരത്തിനോട് താല്പര്യം തോന്നുന്നത് അവർക്ക് ആ സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നത്. അതെ, പക്ഷെ അവരുടെ സ്റ്റാറ്റസ് അറിഞ്ഞിട്ട് ആൾറെഡി വന്നിട്ട് ഷുഗർ ലെവല് ഒരു 400 ഉള്ള ആളുകൾക്ക് നിങ്ങൾ പിന്നെയും മധുരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കൊടുക്കുക? പഞ്ചസാര തന്നെയല്ലേ കൊടുക്കുന്നത്? അല്ല, അപ്പൊ തേനായിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും തേനായിട്ട് കൊടുക്കാലോ, പഴവർഗ്ഗങ്ങളായിട്ടോ. തേനെടുക്കാലോ. അത് കൊടുത്തുകൊണ്ടാൽ തേനെടുക്കാം. പരിഹരിക്കാൻ കഴിയില്ലേ? തേൻ ആക്ച്വലി വന്നിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് മധുരമാണ്. അത് മധുരത്തിൽ പെടുന്ന സാധനമല്ല കേട്ടോ. ഓക്കെ, ഓക്കെ. ഓക്കെ, തേൻ ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് മധുരം. ഇപ്പൊ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നില്ലേ, കിഴങ്ങ് വർഗ്ഗങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും ഡയബറ്റിക് പേഷ്യൻസിന്. പ്രത്യേകിച്ച് കപ്പയും ഉരുളക്കിഴങ്ങും കഴിക്കേണ്ടെന്ന് പറയും. പക്ഷെ മധുരക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് ഗുളിക കഴിക്കുന്നവർക്ക് കഴിച്ചാൽ കൂടുതൽ അപകടം വരുത്തി ചെയ്യുന്നു അല്ലേ? ഏത്? ഇപ്പൊ പ്രമേഹത്തിന് ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാർ കിഴങ്ങ് പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അത് നിങ്ങൾ മരുന്ന് അല്ല, ബുദ്ധിമുട്ട്. അങ്ങനെയല്ല. ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും ഉറപ്പായിട്ടും ഡയറ്റ് കൺട്രോൾ വേണം. മരുന്ന് എടുക്കാത്ത ആൾക്കാരാണെങ്കിലും ഡയറ്റ് കൺട്രോൾ വേണം. അപ്പോൾ ഡയറ്റ് കൺട്രോളിൽ തന്നെ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാം. പിന്നെ ഡയബറ്റിക് എന്ന് പറയുന്നത് വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. എന്തുകൊണ്ടാ വെച്ചാൽ എല്ലാവർക്കും ഒരു 10 പേർക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ 10 പേർക്കും മൂലകാരണം ഓരോന്നായിരിക്കും. ഇപ്പൊ ഞാൻ ഓക്കെ, കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്ത് നോക്കി, നമ്മുടെ കുപ്പിവെള്ളം വന്നതിന് ശേഷം ആൾക്കാർ ചുണ്ട് തട്ടാതെയാണ് വെള്ളം കുടിക്കുന്നത്. അത് ചുണ്ട് എന്നുള്ളത് നമ്മുടെ എർത്തിന്റെ ഒരു അതെ, എക്സ്റ്റേണൽ അതെ, ഓർഗൻ അതെ, ആണല്ലോ. അതെ. ഇപ്പൊ ഈ 90 സമയത്ത് ഉണ്ടായിരുന്നത് 0.5% ആൾക്കാരാണ് ഡയബറ്റിക് ഉണ്ടായെങ്കിൽ, ഇല്ല ഇപ്പോ സാർ, അത് അങ്ങനെയല്ല. അതിനൊരു 25%. കോൺട്രവേഴ്സി ഉണ്ട്. ഞാനൊരു കാര്യം പറയാം സാർ. അതിനൊരു കോൺട്രവേഴ്സി ഉണ്ട്. എന്താ വെച്ചാൽ ഈ കുപ്പിവെള്ളം വരുന്ന സമയത്തൊക്കെ വന്നിട്ട് നമ്മുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ കുപ്പിവെള്ളമാണോ കാരണം, ലൈഫ് സ്റ്റൈലാണോ കാരണം? എങ്ങനെ അറിയും? രണ്ടും ഉണ്ട്. കാരണം അവർക്ക് ചുണ്ട് തട്ടുന്നേ ഇല്ല, വെള്ളം അല്ല, കുടിക്കുമ്പോൾ ചുണ്ട് തട്ടുന്നില്ല. നേരെ അങ്ങനെയല്ല. വീടുകളിൽ തോട്ടിലേക്ക് സ്ത്രീകളൊക്കെ ഒഴിക്കല്. അല്ല സാർ. അതിന് ഞാൻ റിസർച്ച് ചെയ്തതിൽ നോക്കുന്ന സമയത്ത് എൻ്റെ ഒബ്സർവേഷനിൽ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ വീടുകളിൽ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും അത് വരുന്നുണ്ട്. ഇവിടെ ഓക്കെ, മെയിനായിട്ട് ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും ആണ് നമ്മുടെ ഡയബറ്റിക്കിന്റെ പ്രധാനപ്പെട്ട സോഴ്സ്. എന്തുകൊണ്ടാണ് ചോദിച്ചു ഓക്കെ. കഴിഞ്ഞാൽ നമ്മളുടെ കഴിക്കുന്ന ആഹാര രീതിയിൽ രാത്രി ഭിക്ഷക്കാരനെ പോലെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഭിക്ഷക്കാർക്കും രാത്രിയാണ് എല്ലാവരും ഫ്രീ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. അവരും ഇപ്പൊ നിറയെ കഴിക്കാന്നുണ്ട്, അതിലും ഡയബറ്റിക് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഞാൻ ഒട്ടുമിക്കതും പണ്ട് കാണുന്നത് പണക്കാർക്ക് മാത്രമായിരുന്നു. രാത്രിയാണ് സഫീഷ്യമായ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. അതിലും ഇതേമാതിരി തന്നെ അതെ. അവരുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ എന്നറിയില്ല.
അപ്പം മെയിനായിട്ട് നിങ്ങൾ ഏത് കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര കലോറീസ് കൺസ്യൂം ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു വളരെ ഒരു ഹയർ ലെവൽ ഓഫ് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, വർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡയബറ്റിക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ സ്ട്രെസ്സിലാണ് ഇരിക്കണമെങ്കിൽ. സ്ട്രെസ് ഓവറായിട്ട് മെയിൻറ്റെയിൻ എങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഡയബറ്റിക് ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, നിങ്ങളുടെ ഫാദർ ആൻഡ് മദർ ആരെങ്കിലും ഡയബറ്റിക് ആണ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സീഡ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറോൾ എടുക്കുന്ന സ്ട്രെസ്സിൻ്റെക്കാളും പകുതി എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിക് ആയിക്കൂടാ വന്നോണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർക്കത് ഡയബറ്റിക് വന്നോണം നിർബന്ധമില്ല. ഒന്ന്. രണ്ട്, ഓവർ സെക്ഷൽ അംബീഷൻസിൽ ഒരുപാട് സെക്സ് ചെയ്യുന്ന ആളുകളിലും ഡയബറ്റിക് കൂടും. അതേമാതിരി സപ്രസ് ചെയ്യുന്ന ആളുകളിലും സെക്ഷലി ആയിട്ട് വളരെ എന്താ പറയുക സപ്രസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് എന്നാൽ അവർക്കും സാധ്യതയുണ്ട്. ഇത് കൂടാതെ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ആളാണ്, ലിവറിന് ലോഡ് കൊടുക്കുന്ന ആളാണ് ഉറപ്പായിട്ട് വരും. ദഹിക്കാതെയാണ് നിങ്ങൾ ദിവസം കിടക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് സമയത്തിനല്ല കഴിക്കുന്നത് എന്ന് പറഞ്ഞാലും വരും. അതേമാതിരി തന്നെ നിങ്ങൾ ആദ്യം ഇല്ലാതെ എല്ലാ എമോഷനും, അതായത് നാട്ടിലൊക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ ആവലാതിയായിപ്പെട്ട് മാനസികമായിട്ട് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചാലും ടി വി കണ്ടാലും എല്ലാം തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന സീരിയലുകൾ വരെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഡയബറ്റിക് വരുത്താൻ സാധ്യതയാണ്. അതേമാതിരി തന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ എനർജി കൺസ്യൂം ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എങ്കിൽ എക്സസ് എനർജി സ്റ്റോർ ആയെങ്കിലും ഡയബറ്റിക് വരും. അതെ. അപ്പൊ ഇതിനകത്ത് ഏതാണ് അവരുടെ റീസൺ എന്ന് കണ്ടുപിടിക്കണം. ചിലപ്പോൾ നിങ്ങൾ എന്ത് തന്നെ മരുന്ന് കഴിച്ചാലും ചില ആളുകൾ ഡയബറ്റിക് മാറുന്നുണ്ടാവില്ല. എന്താ കാരണം? അയാൾക്ക് ആക്ച്വലി കലോറി കൺസ്യൂം ചെയ്യുന്നുണ്ടാവില്ല. ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. ഇവിടുന്ന് ഒരു കറക്റ്റായിട്ട് ഒരു 50 മീറ്ററിന്റെ അപ്പുറത്താണ് കടയെങ്കിൽ പോലും 2 വീലറിലാണ് പോകുന്നത്, സാധനം വാങ്ങിയിട്ട് വരുന്നത്. നടത്തം ഇല്ലാത്ത ആള്, എക്സസൈസ് ഇല്ലാത്ത ആളുകൾ, നിങ്ങൾ എന്ത് തന്നെ മരുന്ന് കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല, എന്ത് തന്നെ ഡയറ്റ് എടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾ കലോറി കൺസംഷൻ ഉണ്ടാവണം. നിങ്ങൾ കഴിക്കുന്ന എനർജി നിങ്ങൾ ബേൺ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എനർജി അക്യുമുലേഷൻ വന്നിട്ട് വളരെ ദോഷമാണ്. അതുകൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളെ ഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത്. കാരണം ഈ 5 ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് വേണം. പക്ഷേ ഇത്ര അത്യാവശ്യമായിട്ടുള്ള സാധനം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അത് വളരെയേറെ ദോഷം ചെയ്യുന്ന സാധനമായതുകൊണ്ടാണ് പഞ്ചദേവതകളിൽ നിന്നൊന്നും വിളിക്കാതെ പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എക്സസ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിനെ ഭൂതം എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ട്. അല്ലെങ്കിൽ പഞ്ചദേവതകൾ എന്ന് പേര് വെച്ചാൽ പോരെ. ഭാരതീയ ചിന്താധാരയില് അല്ലേ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്നാ പറയാ. എന്തുകൊണ്ട് ഭൂതം എന്ന് വിളിച്ചു? പഞ്ചദേവതകൾ എന്ന് വെക്കാം, പഞ്ചദൈവങ്ങൾ എന്ന് വെക്കാം, എന്തെങ്കിലും വെച്ചുകൂടെ? വെച്ചില്ലല്ലോ, ഭൂതങ്ങൾ എന്നാ വെച്ചത്. ദേ ആർ വെരി ഗുഡ് ആണ്. പക്ഷെ അവരെ എന്താ പറയാ എക്സസ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് കാൺട്ട് എന്താ പറയാ പ്രകൃതിയിലും തന്നെ അതേപോലെ തന്നെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഓരോ എലിമെന്റും അതേമാതിരി തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ഭൂതങ്ങൾ എന്ന് തന്നെ വിളിക്കുന്നത്. അങ്ങനെ സ്ട്രെസ് കാരണമാണ് ഡയബറ്റീസ് എങ്കിൽ ഇപ്പൊ നമ്മളെ ഹാർട്ടിന്റെ നമ്മളിപ്പോ ജോയി അല്ല, അപ്പൊ ഭയങ്കര ഹാപ്പിയായി കഴിയുന്നവർക്കൊക്കെ ഹാർട്ടിന്റെ അസുഖം വരാൻ സാധ്യത കൂടുതലാണോ? അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഹാർട്ടിന്റെ അസുഖം വരാൻ സാധ്യത കൂടുതലാണോന്നാ? ഹാർട്ടിന് ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഹാർട്ടിന്റെ എനർജി പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ. അതിന്റെ ഇംബാലൻസ് ആണ് മൂഡ് സ്വിങ് വരണതും അതേമാതിരി എക്സസ് ജോയ്. ഓക്കെ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ പൊതുവെ ഹാർട്ട് അറ്റാക്ക് വരുന്നവർ ലാസ്റ്റ് മിനിറ്റിൽ കൂടുതൽ ഹാപ്പിനെസ് ആയിട്ട് കാണും. അത് ഒരു നെഗറ്റീവായിട്ടല്ല ശരിക്കും കാണേണ്ടത്, മറിച്ച് ആ ഹാർട്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. സ്ട്രെസ് വരുന്ന ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രെസ് എർത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ലിവറിനെയോ ഫയറിനെയോ ബാധിക്കും. കാരണം എല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഏതിനെ ബാധിക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ളതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് സ്ട്രെസ് വന്നതുകൊണ്ട് ഡയബറ്റിക് തന്നെ വരണമെന്നില്ല, ബി പിയും വരാം.
അപ്പോൾ എർത്താണ് വീക്ക്, എർത്ത് ഇംബാലൻസ് ആയി. അടുത്ത ഇംബാലൻസ് ആയിട്ടുള്ള ഓർഗൺ അയാളുടെ മറ്റേ കിഡ്നി ആണെങ്കിൽ BP-നെ എഫക്റ്റ് ചെയ്യും, ലിവറിലാണെങ്കിൽ അത് എന്താ പറയുക മറ്റേ ഡയബറ്റിക്കിനെ എഫക്റ്റ് ചെയ്യും. ഒരു ഓർഗൺ കുറച്ച് ദിവസം ഇംബാലൻസ് ആയാൽ ഓട്ടോമാറ്റിക്കലി അടുത്തതിലേക്ക് അത് ട്രാൻസ്ഷിഫ്റ്റഡ് ആവും. എങ്ങനെയാണോ ഒരു 2 വീലർ ഒരു സ്കൂട്ടറോ മറ്റേ ഓട്ടിക്കുന്ന സമയത്ത് ഒരു നട്ടോ ബോൾട്ടോ ലൂസായത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് വേറെ ഭാഗത്തേക്ക് ബാധിക്കും അല്ലേ? അത് 2 വണ്ടി വീട്ടിലുണ്ട്, 2 വണ്ടിയുടെയും ഒരു സ്ക്രൂ ലൂസായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 വണ്ടിക്കും അടുത്ത ഭാഗം എഫക്റ്റ് ചെയ്യുന്നത് ഒരേ ഭാഗത്തായിരിക്കില്ല. അത് ആ ഓട്ടിക്കുന്ന ആളിൽ എങ്ങനെ ഇരുന്ന് ഓട്ടിക്കുന്നു, ഏതൊക്കെ റോട്ടിൽ കൂടി പോകുന്നു എന്നനുസരിച്ചിട്ടിരിക്കില്ലേ? സെയിം തന്നെയാണ്. ഇന്നത് വന്നുകൊണ്ട് ഇന്നത് വരാമെന്ന് പറയണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കൂടെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഒരു അസുഖത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ അനലൈസ് ചെയ്യരുത്. അതുകൊണ്ടാണ് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതേമാതിരി ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് വരാനുള്ള റീസണിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പോഴേ നമ്മുടെ ട്രീറ്റ്മെന്റ് സക്സസ് ആവുള്ളൂ. വെറും എനർജി ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 1-2 പ്രാവശ്യം നീഡിലിട്ടതും പോകും. അതേ സമയത്ത് അയാൾക്ക് എനർജി കൺസംഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നീഡിൽ പോലും ഇടാതെ പോകും. ചിലപ്പോൾ സ്ട്രെസ് ആണെങ്കിൽ അത് മാറും. ഓരോന്നിനും ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞില്ല, ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം. വേറെ ഓർഗൻസ് എഫക്ട് ചെയ്യുന്നതും ഇതിനെ എഫക്ട് ചെയ്യും. ലിവർ ഓവർലോഡഡ് ആയാലും എർത്തിനെ ബാധിക്കും, ഫയർ ഓവർലോഡഡ് ആയ എർത്ത് ബാധിക്കും. എല്ലായിട്ട് കണക്റ്റഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ക്ലയന്റിന് ചോദിച്ച് മനസ്സിലാക്കി ഏത് സമയത്തു നിന്നാണ് ഇത് ഐഡന്റിഫൈ ചെയ്ത് അതിന് മുമ്പുള്ള ലൈഫ് സ്റ്റൈല് ഒക്കെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ പുതിയതായി തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഇതുവരെയും ഒന്നിനെ കുറിച്ചൊന്നും ആലോചിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ അവർ പറയുന്ന സിംറ്റംസിനെ മാത്രം ഫോക്കസ് ചെയ്യരുത്, മറിച്ച് ഏത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും കൂടെ ഒന്ന് ചോദിക്കണം. ആ ചോദ്യമാണ് നമ്മളെ ഉത്തരം എത്തിക്കുക. പക്ഷെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ അലോപ്പതി ഡോക്ടേഴ്സ് കുറേ പേര് മോർ ദാൻ 30-40 പേരിൽ കൂടുതൽ ആളെങ്കിലും ആൾമോസ്റ്റ് നമ്മുടെ ഇവിടെ അക്യുപഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തേക്ക് കൺവേർട്ട് ആയിക്കൊണ്ട് സക്സസ്ഫുള്ളായിട്ട് 1000-ലേറെ സർജറികൾ ചെയ്തിട്ടുണ്ട്. ഈ സർജറികൾ അനസ്തേഷ്യ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചില ഡോക്ടേഴ്സ് വന്നിട്ട് റെക്കോർഡിക്കലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് വീഡിയോസ്. ക്ലയൻറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ക്ലയൻറ്റിന് സ്പൂണിനകത്തുകൂടെ വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല? ബാക്കിയുള്ളവരാരും ചെയ്യുന്നില്ല. ഇതെല്ലാം വന്നിട്ട് ആന്റൺ ജയസൂര്യാണ് എനിക്ക് അറിഞ്ഞ് ലാസ്റ്റ് ചെയ്ത വ്യക്തിയും തോന്നുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള. ആന്റൺ ജയസൂര്യൊക്കെ ചെയ്തിട്ടുണ്ട് സർജറി, ഒരുപാട് അനസ്തേഷ്യ, ഈവൻ ഹാർട്ട് സർജറിയും സ്റ്റൊമക് സർജറിയും വരെ ചെയ്തിട്ടുണ്ട്. ടൊഷിക്കാറ്റ്സോ എമ്മോട്ടോ അദ്ദേഹം 300-ൽ കൂടുതൽ സർജറി ചെയ്തത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ആർക്കും അറിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ആ ലെവലിലേക്ക് ഇറങ്ങി തിങ്ക് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് താനാണ്. അതായത് പഴനിയിലൊരു മുരുകന്റെ വിഗ്രഹമുണ്ട്. അത് നവപാഷാണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ നവപാഷാണം എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ സിദ്ധവൈദ്യന്മാർക്കും അറിയാം. അത് IIT മദ്രാസുകാർ അതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് പോയി ചെക്ക് ചെയ്തു. അവരും കൺഫേം ചെയ്തു നവപാഷാണം കൊണ്ടാണ് ഉണ്ടാക്കിയത്. നവപാഷാണം ആൾറെഡി നിങ്ങൾക്ക് സാധാരണ സിദ്ധ മരുന്ന് വിൽക്കുന്ന കടകളിലൊക്കെ പോയാൽ കിട്ടും. പക്ഷെ ഇന്ന് വരെ ഒരാൾക്കും അതിനെ പിടിച്ചിട്ട് ഒരു ശിവലിംഗത്തിന്റെ ഷേപ്പാണല്ലോ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ അതുപോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പൊ അവർക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? അവരതിനകത്തേക്ക് അത്രത്തോളം തിങ്ക് ചെയ്തത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോൾ മറ്റേ സുജോക്ക് കണ്ടുപിടിച്ചത്, ഓക്കെ, അതേമാതിരി ടുങ് അക്യുപഞ്ചർ, അതേമാതിരി തന്നെ മറ്റേ സ്കാൽപ്പ് അക്യുപഞ്ചർ. ഈ സ്കാൽപ്പ് അക്യുപഞ്ചറൊക്കെ 1970-ൽ നിപ്ര കണ്ടുപിടിച്ചത്. എങ്ങനെ കണ്ടുപിടിച്ചു? കണ്ടുപിടിച്ചത് ഇതിൻ്റെ ഈ ഫീൽഡിലുള്ള ആളുകളുടെ ഒരു ഒബ്സർവേഷന്റെ ഭാഗമാണ്. നമ്മളാരും ഒബ്സർവ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ആയിട്ട് 3 ചൂൺ നീഡിലിട്ടു അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഒരു 4-5 കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് ഡീപ്പായിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതൊന്നും പുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബുദ്ധിനെ ഉപയോഗിക്കണം, അതിനെ ഷാർപ്പാക്കി വെക്കണം. അങ്ങനെ ഷാർപ്പാക്കി വെക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ആ നമ്മളുടെ ബുദ്ധിനെ മര്യാദയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു 100-125 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നിട്ട് നമ്മളൊക്കെ പുസ്തക പുഴുക്കളാണ്. ആരെങ്കിലും എഴുതി വെച്ചത് എന്തെങ്കിലും വായിച്ചിട്ട് അത് തന്നെയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ബുക്കത്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മാത്രമേ നോക്കാറുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പുസ്തക പുഴുക്കൾ ആയതുകൊണ്ടാണ് ഇന്ന് കാലത്ത് നമുക്ക് എന്താ വെച്ചാൽ ഗ്രോത്ത് ഉണ്ടാവാത്തത്. കാരണം ആൾറെഡി അതിനു മുമ്പ് വന്നിട്ട്
പ്രധാനപ്പെട്ട പല കണ്ടുപിടുത്തങ്ങളും റിസർച്ചും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നന്നായി പഠിച്ച ആൾക്കാരിൽ നിന്നല്ല ഇതുണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ സയൻസും ശാസ്ത്രമൊക്കെ വരുന്നതിന് മുമ്പ്, മഴ എന്താണെന്ന് പറയുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ് തമിഴ്നാട്ടിലൊരു സ്ത്രീ വന്നിട്ട് ആ സ്ത്രീ പഠിച്ചിട്ട് പോലുമില്ല. ആ സ്ത്രീ ഇങ്ങനെ മാട് മേയ്ക്കുമ്പോൾ പല പാട്ടുകൾ പാടും. അങ്ങനെ പാടിയ പാട്ടിൽ പറയുന്നുണ്ട്, എങ്ങനെയാണെന്നറിയോ, ഈ ഭൂമിയിലുള്ള ജലത്തിനെ നീ സൂര്യതാപം കൊണ്ട് വലിച്ചെടുത്ത് തിരിച്ച് ഭൂമിയിലേക്ക് അയച്ച് മഴ പെയ്യുന്നു എന്നുള്ളത് ഈ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നതിന് മുമ്പേ തന്നെ പാടിയിട്ടുള്ളതാണ്. അതേമാതിരി പയ്യന്റെ വാല്യൂ കണ്ടുപിടിച്ചത് തൃശ്ശൂരിലുള്ള ഒരു എന്താ പറയുക മറ്റേ സ്കൂൾ അധ്യാപകനാണ്. ഈ പയ്യന്റെ അങ്ങേര് ഇത് പയ്യെന്നുള്ള പേര് കിട്ടിയത് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചത് അയാളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സാൻസ്ക്രിറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇദ്ദേഹം സ്കൂൾ പഠിക്കുന്ന സമയത്ത്, അതായത് ചെറിയ കുട്ടിയായിരിക്കുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിന് പയ്യന്റെ എക്സ്പ്ലനേഷൻ, അന്ന് അതിന് പയ്യെന്നുള്ള പേരില്ല, അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ആരും എന്താ വെച്ചാൽ റിസർച്ചിന് റെഡിയല്ല. നമ്മളെല്ലാം എന്താ വെച്ചാൽ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞത് അത് മാത്രം ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞതിനെ മാത്രം. വി ആർ നോട്ട് യൂസിങ് അവർ ബ്രെയിൻ പ്രോപ്പർലി. അതുകൊണ്ടാണ് നമുക്ക് ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റാത്തതും പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലാണ്ടാവുന്നതും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു റീസണാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയൊക്കെ വന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വെറും പുസ്തകങ്ങൾ മാത്രം പഠിപ്പിക്കരുത്. നമ്മളുടെ എന്താ പറയുക പ്രകൃതിയെ കുറിച്ചും എല്ലാം അവർക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടാവണം. അവരുടേതായ എന്താ പറയുക ഏതെങ്കിലും അവർക്കൊരു ഹോബി ഉണ്ടാവും, അതിനെ പ്രൊമോട്ട് ചെയ്യണം. പല ആളുകളും ഹോബീനെ പ്രൊമോട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയം വേസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും തെറ്റാണ്. അതിനെന്ന് പറഞ്ഞിട്ടൊരു സമയം ഒതുക്കണം, അതിനൊപ്പം പഠിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണം കുട്ടികളെ. ഓക്കെ, നമ്മളൊക്കെ ഈ ഒരു ഏജായി, നമുക്കിപ്പോഴും മാറാൻ പറ്റും. കാരണം ബൃഹത്തായ കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാരും ചെയ്യുന്നത് ആഫ്റ്റർ 50s പ്രധാനമായിട്ട്. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല കാര്യങ്ങളും ഒരാളുടെ മാക്സിമം എനർജി യൂട്ടിലൈസേഷൻ. നമ്മളൊക്കെ പറയുന്നത് വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് പീരീഡ് ആണ്. കേരളത്തിലെ ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ് 58 വയസ്സായി കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ടൈം. പക്ഷേ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഫോർ ദ സൊസൈറ്റി ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ 50s ആളുകളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പോൾ നമ്മളിനി സമയം ഇപ്പം തന്നെ 9 മണിയായി. ആ കൂടി മെറീഡിയന്റെ പാത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് സമയം സ്ലോവിൽ പോകുന്നുണ്ടോ? ആ കൂടി അത് കുഴപ്പമില്ല സാർ. പോയിന്റുകൾ മാത്രമല്ല, സാർ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റുകൾ മാത്രമല്ല, ഇപ്പൊ ഇതേപോലത്തെ ചർച്ചകൾ വരുമ്പോൾ അതിലൂടെ ഓരോ നോളജ് വേറെ കിട്ടും.